അതെന്നെ ഇന്നും അന്നും വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കുട്ടിശങ്കരൻ എന്ന് പറയുന്ന ഒരു ആന, അത് വളരെ ഒരു നല്ല ഒരു ആനയും അതേപോലെ തന്നെ കുറച്ച് ഗാംഭീര്യമുള്ളതും അതേപോലെ തന്നെ അതിനെ കുറച്ച് ഈ ശൗര്യങ്ങളുള്ളതും, മനുഷ്യനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അപായപ്പെടുത്തുന്ന ഒരു മനസ്സുള്ള ഒരു ആനയായിരുന്നു ആ കുട്ടിശങ്കരൻ എന്ന് പറയുന്ന ആന. അങ്ങനെ ആ ആനയുടെ കൂടെ ഒരു വർഷക്കാലം പ്രവൃത്തിയെടുക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ആനയെ അഴിച്ചു കെട്ടി കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കുമ്പോഴാണ് എനിക്ക് അവിടെ ഒരു വേണുഗോപാലൻ എന്നും പറഞ്ഞൊരു ആനയിൽ എന്നെ 1.5 ദിവസം അതെന്നെ ഇന്നും അന്നും വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം അന്ന് നടരാജൻ എന്നും പറഞ്ഞ് മൂവാറ്റുപുഴക്കാരനൊരു ആനക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഞാൻ ചെല്ലുന്നതിന് ഏതാണ്ട് ഒരു 10 വർഷക്കാലത്തിന് മുമ്പേ അദ്ദേഹം അവിടെ ജോലിയിൽ പ്രവേശിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ കുറച്ച് കൂടുതൽ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വളരെയേറെ അടുപ്പമുള്ള ഒരാളും, അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് മാനേജർ അല്ലെ സൂപ്രണ്ട് കേൾക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അങ്ങനെ എന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് എന്നെ ഈ വേണുഗോപാലൻ എന്ന് പറഞ്ഞ ആനയിൽ 2ാം ആനക്കാരനായിട്ട് വെച്ചു കഴിഞ്ഞ് എന്നെ 1.5 ദിവസക്കാലം മാത്രമേ ഞാനതിന്മേലെ ജോലി എടുക്കാനുള്ളൊരു അവസരം ഉണ്ടായുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആനയെ തറി മാറ്റി കെട്ടിയപ്പം എനിക്ക് ആന കൂടുതൽ വഴിപ്പെട്ടു, എനിക്കാണ് ചട്ടമായത് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് തോന്നിയുണ്ട്. അദ്ദേഹം അത് മാനേജരോട് ചെന്ന് പറഞ്ഞ് എന്നെ പിറ്റേ ദിവസം, അതായത് 2ാമത്തെ ദിവസം എന്നെ അതിൽ നിന്ന് മാറ്റാനുള്ളൊരു അവസരമുണ്ട്.